വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കഴിഞ്ഞ ദിവസം ഇവ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എക്സൈറ്റഡും കുറച്ച് ഹാപ്പിനെസ്സും കുറച്ച് സാഡും എല്ലാം കൂടിയുള്ള ഒരു ദിവസമാട്ടോ. ഇന്നിവ നാട്ടിലേക്ക് പോവാണ്. അവൾ ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുക കേട്ടോ. അതും അവൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ സോളോ ട്രിപ്പാട്ടോ ഇത്. മോർണിംഗ് 11:30ക്കാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ടായി. ഒരു 6:30 ഒക്കെ ആയപ്പോൾ തന്നെ എണീറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവാക്കാണെങ്കിൽ 4 hours മുന്നേ എയർപോർട്ടിൽ എത്തണം. അതുകൊണ്ട് തന്നെ ഒട്ടും ഡിലേ ആവാനൊന്നും പാടില്ല. അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ വേഗം റെഡി ആയിട്ട് ഇവായ റെഡിയാക്കാം കേട്ടോ. ആദ്യമായിട്ട് ഇവളിങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പറഞ്ഞ സമയത്ത് തന്നെ എയർപോർട്ടിൽ എത്തണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ, എന്തെങ്കിലും ഡിലേ ആയിക്കഴിഞ്ഞാൽ പിന്നെ പോക്ക് എന്താവും എന്നറിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവ പിന്നെ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ വിളിക്കുന്ന പോലെയുള്ള കരച്ചിലും ബഹളവും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ റെഡി ആവുമായിരുന്നു കേട്ടോ. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പകുതി കാര്യങ്ങൾ ഉഷാറായിട്ട് നടന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ ഇട്ടിട്ടുണ്ടായത്. അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എല്ലാം തന്നെ നമ്മൾ രാത്രി തന്നെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് ബാഗിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് ഒന്ന് റെഡി ആവേണ്ട സമയം മാത്രമേ രാവിലെ ആവശ്യം ഉണ്ടായുള്ളൂ കേട്ടോ. അങ്ങനെ റെഡിയായി ഇവായ റെഡിയാക്കിയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണേ. ഇവ റെഡിയായി ഇവ പോവാണോ? ഇവതാ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇവാടെ എയർപോർട്ട് ലുക്ക് കാണിച്ചോട്. എയർപോർട്ട് ലുക്ക് കാണിച്ചോട്. ഇതാണ് ലുക്ക്. ഇവാക്കി ഇരുന്ന് ഫ്ലൈറ്റിൽ ഇരുന്ന് കഴിക്കാൻ മിഠായി ജ്യൂസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡും ഉണ്ട് അല്ലേ. ഒരു പ്രാവശ്യം നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. ചിക്കൻ സാൻഡ്വിച്ച്. പക്ഷെ എനിക്ക് മയണൈസ് വേണ്ടമ്മ. അതിൽ ഒരുപാട് മയണൈസ് ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് മയണൈസ് ഇഷ്ടമല്ല അല്ലേ. Are you excited? Yeah. ഇവിടെ ഫസ്റ്റ് സോളോ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ് അല്ലേ. 6 വയസ്സിൽ ഇവ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സോളോ ട്രിപ്പ്. ഞങ്ങളപ്പോൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവ ബാഗൊക്കെ സെറ്റാക്കി ഇന്നലെ തൊട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. രാവിലെ എണീക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ തന്നെ ചിരിച്ച് തുള്ളിച്ചാടി ആട്ടോ എണീറ്റ് വന്നത്. ബുക്കൊന്നും വേണ്ട, ഇപ്പൊ കളിച്ചോ. പഠിക്കണ്ട. എന്തൊരു ഉത്തരവാദിത്തമുള്ള ആള് പഠിക്കാൻ. ഇവിടെ നമ്മൾ പഠിക്കൂല കേട്ടോ. നാട്ടിൽ ബുക്കൊന്നും കൊടുത്തുവിടുന്നില്ല. ഇനിയിപ്പോൾ ഒരു 2 weeks കൂടി ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ ഓർത്ത് ബുക്കൊന്നും കൊടുത്തു വിടണ്ട, കാരണം എന്തായാലും പഠിക്കൂല. അപ്പോൾ പിന്നെ ബാക്കി എന്തെങ്കിലും നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം, ഫോട്ടോ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇവർ PDF ഒക്കെ അയക്കുമല്ലോ, അങ്ങനെ വല്ലതൊക്കെ അയച്ചു കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ. 2 weeksൻ്റെ കാര്യമല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വെക്കേഷൻ ആണല്ലോ. അങ്ങനെ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങും കേട്ടോ. 11:30ക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ 7:30 കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇറങ്ങിയാലെന്ന് ഒരു 4 hours മുന്നേ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, 3.5 hours നമുക്ക് എത്തണം കേട്ടോ. അവിടെ എൻ്റെ ബാഗിൽ ഗെയിമും കൂടെ ഉണ്ട് കേട്ടോ. ഗെയിം ടോയ്. സോറി ഗൈസ്, ഞാൻ ആ ഗെയിം ടോയ് മറന്നു എൻ്റെ ബാഗിലിട്ടിട്ട്. ഇവളുടെ ബാഗിൽ എന്തോ ടോയ്സും എല്ലാ സാധനം ഇവ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ബാഗ് ഞാനല്ലേ. നീയാണോ തള്ളണേ? വെയില് ഗൈസ് ഓടിപ്പോയി കറി കയറിക്കും. എനിക്കാണെങ്കിലും പല സമയത്തും ഇങ്ങനെ ധൈര്യം ചോർന്നു പോകുന്നൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അവൾ 2 മാസത്തിനാണ് പോകുന്നത്. വേഗം തന്നെ തിരിച്ചു വരും. പക്ഷെ എന്നാലും എൻ്റെ അടുത്തുനിന്ന് പോകുന്നു എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പം എനിക്ക് ഇങ്ങനെ നെഞ്ച് പൊടിയുന്നൊരു വേദനയായിരുന്നു കേട്ടോ. ഇവ പോകണയാണിവ. അവൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. ബാഗും നമ്മുടെ കയ്യിൽ പോലും തരുന്നുണ്ടായില്ല കേട്ടോ. അവൾ സ്വന്തമായിട്ട് അതൊക്കെ വലിച്ചുകൊണ്ട് പോവായിരുന്നേ. നമ്മൾ വന്ന പാടെ നേരെ തന്നെ ചെക്ക് ഇൻ ചെയ്യാനാട്ടോ പോയത്. അവിടെ ചെന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ടിൻ്റെ കോപ്പി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിച്ച്
എല്ലാം സെറ്റാക്കി. വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം ഓക്കെ ആയിട്ടുണ്ടായേ. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ പാടെ അവർ ഇവായും കൊണ്ട് അകത്തേക്ക് പോവായിരുന്നേ. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ചെക്കിനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്നതിന് കുറച്ച് മുന്നേ മാത്രമേ അവൾ കൊണ്ടുപോകുള്ളായിരിക്കും, അതുവരെ നമുക്ക് കൂടെ ഇരിക്കായിരിക്കും എന്നൊക്കെ ആട്ടോ വിചാരിച്ചത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ചെക്ക് ഇൻ ചെയ്തു, നേരെ അവളൊരു സ്റ്റാഫ് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകായിരുന്നേ. ഇവ കുട്ടുന്നതിൻ്റെ പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് കൂടി അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ കൂടെ പോയിട്ടുണ്ടായേ. ഇവ ഫുള്ള് സെറ്റായി നിൽക്കാം അല്ലേ. ഇവിടെ പില്ലോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാഫാണ് കേട്ടോ ഇവാനെ കൊണ്ടുപോകുന്നത്. അവിടെ വിളിക്കണേ. ഓക്കെ. We'll be here only. Bye. Have a good day. Bye. Bye. Have a good day. Have a good day. Information for you and your family. Your Yes. Thank you. Bye. ബൈ ബൈ. for me as well. ഇവ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി പോയിട്ടുണ്ട്. ഈ ഫ്ലൈറ്റിലല്ല, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര ആളായിട്ട് ഭയങ്കര തുള്ളിച്ചാടി ഓടിപ്പോയിട്ടുണ്ട്. ഞാൻ ഓർത്ത് വിഷമാവും കരയോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവൾക്ക് എത്രയും പെട്ടെന്ന് എത്തിയാൽ മതി എന്നുള്ളൊരു ഇതിൽ പോയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ 9 മണിയായിട്ടുള്ളൂ. ഞങ്ങളിനി 11:30 വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. നമുക്കുള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് ബോർഡിങ് കഴിഞ്ഞ പാടെ അവളെ കൊണ്ടുപോയി. സ്റ്റാഫ് ഉണ്ടായി, അവരുടെ കൂടെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവായും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാക്കി നമുക്കിപ്പം അപ്ഡേറ്റ് ഒന്നും അറിയില്ല, എന്തായി എങ്ങനെയായി എന്നൊന്നും അറിയില്ല. കുറച്ച് നേരം ചിലപ്പോൾ അവർ വിളിക്കായിരിക്കും, അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി നാട്ടിലൊരു 5 മണി അല്ലേ, 5 മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ കേട്ടോ. ഇവിടുത്തെ 3:30 ആകുമ്പോഴേ ഇനി അവിടെ എത്തുള്ളൂ. അപ്പം അതുവരെ അല്ല, ഞങ്ങളിവിടെ ഒരു 11:30 വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. എന്താ പരിപാടി 11:30 വരെ? അപ്പയൊന്ന് ഫോണും തോണ്ടി ഇരിപ്പുണ്ട്. ഇനി 11:30 വരെ ഇരിക്കലല്ല, ഇനി ഇവ ഇല്ലാത്ത ഈ 2 മാസം അപ്പനോട് ഞാൻ എങ്ങനെ നിൽക്കുന്നു മാത്രം എനിക്കറിയത്തില്ല. ബോറടിച്ച് ചാവും ഞാൻ. 10:30 ആയിട്ടാ, 10:30 ആയിട്ട് ഞങ്ങളിവിടെ ഇരിപ്പുണ്ട്. പക്ഷെ വെറുതെ ഇരിക്കുകയാണ്. ഇവായെ കാണുന്നില്ല. ഇവ അകത്ത് പോയതല്ലേ, അവളുടെ ഒരറിവില്ല. നമ്പർ വാങ്ങാമായിരുന്നോ എന്ന് അറിയില്ല കേട്ടോ. നമ്മൾ നമ്പർ വാങ്ങിയിട്ടില്ല. പക്ഷേ അങ്ങനെ കൊടുക്കൂലായിരിക്കും അല്ലേ, അറിയില്ല കേട്ടോ. ഇങ്ങനെ ഇവിടെ നോക്കിയിരിക്കാം. 11:30 ആവാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫോണിൽ നോക്കാട്ടോ ഫ്ലൈറ്റ് എന്തായിന്ന്. ഫ്ലൈറ്റ് 11:25. അപ്പം എത്രയായി? 11:17 എന്താക്കുമെന്നറിയില്ല കേട്ടോ. ഇവ പേടിയുണ്ടോ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവാൾക്ക് അങ്ങനെ പേടിയുള്ള ആളൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവൾക്ക് പേടിയില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ വലിയ ടെൻഷനൊന്നും തോന്നില്ല. പക്ഷെ നമുക്കിങ്ങനെ നമ്മളൊക്കെ പോകുമ്പം ഫ്ലൈറ്റ് എടുക്കാൻ നേരം ഒന്ന് വിളിക്കുമല്ലോ, എന്താ പറയുക, ഫ്ലൈറ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാപ്പയാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ അങ്ങനെ വിളിക്കാറുണ്ട്. പക്ഷേ അത് പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വെയിറ്റിംഗ് ഫോർ ഗേറ്റ് ഡിപ്പാർച്ചർ. ഫ്ലൈറ്റ് ഇപ്പോൾ എടുക്കും കേട്ടോ. 11:25 അല്ലേ. എന്താക്കണം എന്നറിയില്ല കേട്ടോ. അതൊക്കെ വെച്ചിട്ട് ചെവിയിൽ സാധനങ്ങളൊക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 11:30 കഴിഞ്ഞു. ഇപ്പം ഫ്ലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചെവി വേദന എടുക്കുമെന്നുള്ളൊരു ടെൻഷനുള്ള എനിക്ക്. അവൾ ബാക്കിയൊന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ചെവി വേദന എടുക്കാറുണ്ട്. ഞാനാണിങ്ങനെ അത് എന്താ പറയുക, അതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കണം. കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഹാൻഡിൽ ചെയ്തോളായിരിക്കും, അല്ലാണ്ട് എന്ത് ചെയ്യാൻ. എനിക്കൊരു ടെൻഷനില്ല കേട്ടോ. ഇരിക്കണമൊക്കെ ഫോണിന്നുകൊണ്ടിരിക്കണം. അവർക്ക് നല്ല ധൈര്യം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ വിടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം പേടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ റെഡി ആവില്ല. പക്ഷെ ഇവള്
ഒന്നാമത് നമുക്ക് നാട്ടിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആള് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കൊക്കെ ചെയ്തോളൂ. ആളുകളിങ്ങനെ കമൻ്റൊക്കെ ചെയ്യണം, ഇവരിപ്പോൾ നമ്മൾ കൊഞ്ചിക്കുകയാണ്, ഭയങ്കര കൊഞ്ചലാണെന്നൊക്കെ. നമ്മൾ കൊഞ്ചിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ അവളുടെ കാര്യങ്ങളൊക്കെ അവൾ കുറച്ച് വൃത്തിക്കൊക്കെ ചെയ്തോളും. അങ്ങനത്തെ കാര്യത്തിനൊക്കെ അവൾക്ക് ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ നമ്മൾ കൊഞ്ചിച്ചു എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തോളും. എന്തായാലും നാട്ടിലെത്തട്ടെ. നാട്ടിലെത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അവിടെ എത്തിയിട്ട് എന്തായി എങ്ങനെയായി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ കേട്ടോ, എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ വീഡിയോ കാണിക്കാം കേട്ടോ. ഇവിടെ ഫ്ലൈറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലാൻഡിങ് ഇൻ 3 hours 52 minutes. 5 o'clock 5 o'clock. നാട്ടിൽ 5 മണിക്ക് എത്തും കേട്ടോ, ഇൻഷാ അല്ലാ. ഇതിവാടെ പ്ലാനർ ആയിരുന്നു കേട്ടോ. ഇവ പോണേന് കുറേ ദിവസം മുന്നേ തുടങ്ങിയ കേട്ടാ. എന്നിട്ട് ഇന്ന് രാവിലെ എണീറ്റിട്ട് ഓടി വന്നിട്ട് ട്യൂസ്ഡേയിൽ ഒരു റെഡൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടാ. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. സൺഡേ ആണ് എന്ന് വിചാരിച്ചിട്ട് ഡേറ്റ് തെറ്റിപ്പോയായിരുന്നു. ട്യൂസ്ഡേ വന്ന് റൗണ്ടൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാം കൊണ്ട് കൊട്ടയ്ക്കകത്ത് ഇട്ടിട്ട് പോയിട്ടുണ്ട്. ആന്നേ, കുറച്ച് ബഹളം വെക്കാം ഫീ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെവിക്ക്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ അവളെത്തിയെന്ന് അറിയണ ഒരു ടെൻഷനായിരിക്കും കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, അവൾ ഹാപ്പി ആയിരുന്നോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി അവിടെ എത്തി അവിടെ അവരുടെ കൂടെ ഒന്ന് കാണുന്ന വരെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. ഒരു 3-4 മണിക്കൂർ എടുക്കുമല്ലോ എന്തായാലും. 12:30 1:30 3:30 ഒരു 3 മണിക്കൂർ കൂടെ എടുക്കും കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും കുറേ വിശേഷം ഇവാൾക്ക് പറയാനുണ്ടാവും. ഇവ ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടാ വിളിക്കായിരുന്നല്ലോ എന്ന്. നമ്മളത്ര ചിന്തിച്ചില്ല. പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള എക്സ്ട്രാ സിമ്മൊന്നും ഇവിടെ ഇല്ല. അങ്ങനല്ല, ഫ്ലൈറ്റ് അത് അവർ നോക്കിക്കോളുമല്ലോ. ജസ്റ്റ് ഫ്ലൈറ്റ് കയറേണ്ട വരെ ഒന്ന് വിളിക്കാനായിട്ട് എന്തോ എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിങ്ങനെ തോന്നി, ഒന്ന് വിളിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ള ഒരു തോന്നിയിട്ടാ. അവൾ എങ്ങനെ ആയിരിക്കും ഫ്ലൈറ്റിൽ എങ്ങനെ ഇരിക്കണം, ഫോട്ടോ നമ്മൾ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ ഞാനും പോവാ. ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ പോവാ. അപ്പൊ ഇങ്ങനെ എന്നിട്ട് വേണം പൊട്ടനെ പോയി എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാം അല്ലേ. ഞങ്ങൾ രണ്ടിനെ പറഞ്ഞിട്ടിട്ട് അതന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ അയ്യോ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിക്ക് വാ എന്ന് പറയണം കേട്ടോ. പക്ഷെ ഒച്ചെടുക്കാൻ ആരുമില്ല. ഇനി ഞാനിവിടെ കിടന്ന് കുറച്ച് ഒച്ചെടുക്കട്ടെ, അല്ലാണ്ട് വേറെ വഴിയില്ല. ഞങ്ങളപ്പോൾ ഫുഡ് അവൾക്ക് കുഴപ്പമില്ല കേട്ടോ. അവള് ഫുൾ ഹാപ്പിയാണ്. അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമുക്കും അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല. അവളിപ്പോൾ ഒന്ന് കരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആകെ കൊളാക്കിയാണ്. പക്ഷെ അവള് ഹാപ്പി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് പോണത്. പിന്നെ അവൾക്കുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവളെ പറഞ്ഞു വിടുന്നത്. അല്ലാണ്ട് എനിക്കിപ്പോൾ അവളെ നോക്കാൻ പറ്റാനിട്ട് അങ്ങനൊന്നും അല്ല. അവള് ഇവിടെ 2 മാസം വെക്കേഷന് വെറുതെ നിന്ന് കഷ്ടപ്പെടണ്ട. ഞാൻ നോക്കണില്ലല്ലോ, ഞാൻ രാത്രിയല്ലേ വരണുള്ളൂ. അപ്പോൾ ആ നേരത്തെ നാട്ടിലാണെങ്കിൽ അവൾക്കും സന്തോഷം, നാട്ടിലുള്ളവർക്കും സന്തോഷം. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. അതുകൊണ്ടാണ് അവളെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. എന്തായാലും നാട്ടിലെത്തിയിട്ട് പറയാം. ഞങ്ങളപ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. രാവിലെ ജസ്റ്റ് ക്രോയിസൻ്റ് വാങ്ങിയിട്ട് ഇവായും ഞങ്ങളെല്ലാവരും അത് തന്നെ കഴിച്ചുള്ളൂ. ഇവാക്ക് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കണം. ആ ഒരു നേരം വരെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് തള്ളി നീക്കി. എന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ പറയാം കേട്ടോ. അതുവരെ ഞാൻ പോവാം. എനിക്കിനി ഈ വീഡിയോ എടുക്കാൻ വയ്യ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാവേ. കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഫസ്റ്റ് വന്ന് വെച്ചാൽ ഡെർമാക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വൈറ്റമിൻ സി സെറാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ ഇത്. അടുത്തത് പ്ലമ്മിൻ്റെ ഈ ഒരു ടോണർ ആട്ടോ. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോണറാണ്. കാരണം നല്ലൊരു ഫ്രഷ് ഫീലാട്ടോ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത്. അടുത്തത് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു ചൂടത്തും വെയിലത്തൊക്കെ എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ചൂടും വെയിലൊന്നും ഇല്ലെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്.
അടുത്തത് ലാക്മിയുടെ ഒരു ലൂമി ക്രീമാട്ടോ. ഇതൊരു മോയ്സ്ചറൈസറാണ്, ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് തരുന്ന ഒരു മോയ്സ്ചറൈസറാട്ടോ. നമുക്കിങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഇത് മാത്രം അപ്ലൈ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. ഇനി ലാസ്റ്റ് വൺ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് കൺസീലറാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺസീലറാട്ടോ. അത്യാവശ്യം നല്ല കവറേജും തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾ മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹിവ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടില്ല വീട്ടിലേക്ക്, ജസ്റ്റ് ഉമ്മച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഡിലേ ആയി, ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി, പിന്നെ അവൾ പുറത്തോട്ട് വരാനായിട്ടൊക്കെ ഡിലേ ആയി. കുറച്ചിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ലേറ്റ് ആവും തോറും ഭയങ്കര ടെൻഷനായിരുന്നു. 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അതുവരെ അവളെ കണ്ടിട്ടുണ്ടായില്ല, ആരും വിളിച്ചിട്ടുണ്ടായില്ല. 5:15 കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇപ്പോൾ അവളെ കണ്ടു എന്ന് പറഞ്ഞ് ഉമ്മച്ചൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടില്ല, ഇനിയിപ്പോൾ വിളിച്ചു നോക്കണം എന്തായിട്ടുണ്ടാവോ. അങ്ങനെ ഇവ നാട്ടിലെത്തി. അവൾക്ക് ഫ്ലൈറ്റിലൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. 2 കൂടെ ഒന്നിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഉമ്മച്ചിയും വീട്ടുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ ഓടി, അവരുടെ അടുത്തുനിന്നൊക്കെ ഓടി ഇവർ വന്നിട്ട് കൈയൊക്കെ കാണിക്കായിരുന്നു കേട്ടോ. ശരിക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ആപ്പ് യൂസ് ചെയ്തിട്ട് ഫുള്ളിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ടും ഇവൾ പുറത്തോട്ട് ഇറങ്ങാണ്ടായി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടോ. ആ ഒരു സമയം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം അവിടെ എത്തിയിട്ടുണ്ട്, അവരാരും വിളിച്ചിട്ടുണ്ടായില്ല. ഒരു 6:15 ആയി. ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ഇവ എല്ലാവരെയും മീറ്റ് ചെയ്തത്. അങ്ങനെ ഇവയെ ഏൽപ്പിച്ചിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇവയുടെ പാസ്പോർട്ടൊക്കെ അവർ സ്റ്റാഫിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും, അവരതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ അവൾ സേഫായിട്ട് തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. ചെവി വേന എടുത്തോ? ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ ചെവി എടുത്തു. ആ സാർ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഇവാൾക്ക് എന്തായാലും ഒരു വെക്കേഷൻ അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം ഞാൻ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് അവിടെ ഉള്ളവരൊക്കെ അവളെ പൊന്നുപോലെ നോക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കാനും ഫുള്ള് കറങ്ങി നടക്കാനൊക്കെ അവിടെ ആൾക്കാർ ക്യൂ ആട്ടോ. അതൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇവ ഇത്രയ്ക്ക് ഹാപ്പി ആയിട്ട് ധൈര്യത്തിലോടി നാട്ടിലേക്ക് പോയത്. പിന്നെ പകലൊന്നും അവൾക്ക് എന്നെ കണ്ടില്ലെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ആകെയുള്ള ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ നേരം എന്നെ അന്വേഷിക്കും. അതായത് രാത്രി ഞാനില്ലാണ്ട് അവൾ തീരെ ഉറങ്ങാറില്ല. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലാണെങ്കിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉമ്മച്ചി എല്ലാവരും ഉണ്ടെങ്കിലും ആരുടെയും കൂടെ അവൾ ഉറങ്ങില്ല കേട്ടോ. ഉറങ്ങാൻ നേരം എൻ്റെ കൂടെ തന്നെ വരും. ആ ഒരു കാര്യത്തിലുള്ള ടെൻഷനേ ഉള്ളു. പിന്നെ പഴയ പോലെ അല്ലല്ലോ, ആൾ കുറച്ചുകൂടി വലുതായി. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. കുഞ്ഞാപ്പി എവിടാണ്? എങ്ങനെ ഉണ്ടായി? കരഞ്ഞ എന്തിനാടാ? ആണോ? എന്നിട്ട് ചന്ദനിയാ? ആണോ? ഫ്ലൈറ്റിലാ? എന്നിട്ട് ഓ ഫ്രണ്ട്സ് ഒക്കെ ആയി. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു വാ. എന്ത് കഴിച്ചു? നൂഡിലാ? ആ അതാണ് തന്നത്. സാൻഡ്വിച്ച് കഴിച്ചില്ലെന്ന്. ജ്യൂസ് കുടിച്ചാ? പേടിയായോ ഒറ്റയ്ക്ക്? ഇല്ലേ? അതെനിക്കറിയാം, മിടുക്കി കുട്ടിയല്ലേ. അവിടെ പോയിരുന്ന എന്താ ചെയ്തത്? അടെ എന്ത് ചെയ്തടാ? എയർപോർട്ടിൽ പോയിട്ട് എന്ത് ചെയ്തടാ നീ? ഞങ്ങ പോയതിനു ശേഷം
ആണോ? കിഡ്സ് റൂം വാവ്, ടാബൊക്കെ കിട്ടി. വെറുതെ അല്ല. ആ ഓ അപ്പൊ അടിപൊളിയായിരുന്നു. ആ എന്നിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ? എന്നിട്ട് അവര് വിളിച്ചില്ലേ? ആ 2 ബാഗില്ലേ? ആ മലയാളികളല്ലേ കൂടെ ഉണ്ടായിരുന്നെ? പാസ്പോർട്ടൊക്കെ വാങ്ങിയില്ലേ? പാസ്പോർട്ടൊക്കെ ഇല്ലേ? പാസ്പോർട്ട് ബോർഡിംഗ് പാസ് ഇട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതിന്റെ വളയൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? എന്റെ ഹാപ്പി ആണ് ഇവ. ഇഷ്ടായ? അമ്മച്ചി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവ അവിടെ അടിച്ചു പൊളിച്ച് കഴിയുമ്പോ അമ്മച്ചി വരാം. ടെന്റൊക്കെ ഉണ്ട്. വലുതായടി. അങ്ങനെ ഇവ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അവള് ഹാപ്പിയാണ്. ഫുഡ് സാൻഡ്വിച്ച് ഒന്നും കഴിച്ചില്ല, വേറെ എന്തൊക്കെയൊക്കെയാണ് കഴിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിട്ടാ. എന്നാലും കുഴപ്പമുണ്ടായില്ല, അവള് ഹാപ്പി ആയിരുന്നു. പിന്നെ ഇവിടെ എത്താറായപ്പോൾ ചെവി വേദന എടുത്തു അങ്ങനെ, അപ്പോൾ കുറച്ച് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. എന്നാലും സേഫായിട്ട് എത്തിയല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. ഞങ്ങളും കുഴപ്പമില്ല. ഇനി എനിക്കറിയില്ല, ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇനി 2 മാസം ഇവ ഇവിടെ ഉണ്ടാവില്ല. 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോവുള്ളൂ. അപ്പോൾ അതുവരെ ഇവ ഇല്ലാണ്ട് നിൽക്കണം. വരെ എങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിയില്ല. ഇനിയൊരു ഇവ ഇല്ലാത്തൊരു ലൈഫ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവ ജനിച്ചപ്പോൾ തൊട്ട് ഇവാൾ കൂടെ തന്നെയല്ലേ ഉള്ളത്. എങ്ങനെ ആയിരിക്കുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അവളെന്തായാലും ഹാപ്പിയാണ്, അവളവിടെ അടിച്ചു പൊളിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇനി എന്തായാലും അവളുടെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.